Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആർ കെ ഇംപ്രഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ കുക്കിംഗ് ടൈമിൽ നമ്മൾ എടുക്കുന്ന വിഭവം സമൂസയാണ്. ഇന്നത്തെ സമൂസ എന്ന് പറയുന്നത് പ്രത്യേക ഒരു സ്പെഷ്യലാണ്. വീറ്റ് സമൂസയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഗാർലിക്കോ അതുപോലെ ജിഞ്ചറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, മൈദ ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടൊരു സമൂസയാണ് കേട്ടോ നമ്മളിന്ന് എടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും അതുപോലെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂസയാണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയൊരു സബോള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ചായിട്ടുള്ള മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെറുപയർ മുളപ്പിച്ചത് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സബോളയും അതുപോലെ ക്യാരറ്റ് നമുക്കൊന്നൊരു ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സമൂസ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ പച്ചമുളക് റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സബോളയും ക്യാരറ്റും ഇട്ട് കൊടുക്കുക, മലയിൽ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരണം, അതുപോലെ വെന്തും വരണം. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നതിന് ശേഷം പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ മുളപ്പിച്ചതും ഇട്ട് കൊടുക്കുക, ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം സെറ്റായതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പും മുളകും ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ ഗോതമ്പ് കൊണ്ട് കുഴച്ച് പരത്തി എടുത്തിട്ടുള്ള ഷീറ്റുകളാണ് കേട്ടോ. ചെറിയ ചെറിയ റൗണ്ടായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗോതമ്പിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചാലിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു മാവ് പോലെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ മസാലക്കൂട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ അവിടെ മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പശയുണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ റൗണ്ടായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അങ്ങനെ നന്നായിട്ടൊന്ന് പശ തേച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ മസാലക്കൂട്ടുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. ഞാനിവിടെ കോണായിട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, എങ്കിൽ പോലും കുഴപ്പമില്ലാതെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ്റേതായിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അവൻ തന്നെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ആദ്യത്തെ സമൂസ സെറ്റ് റെഡി ആയിട്ടുണ്ട്. പറ്റാവുന്നൊരു കോൺ ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്കായിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഷീറ്റ് ഇട്ട് കൊടുക്കുക. സൈഡിൽ ഇതുപോലെ ഒന്ന് മാവുണ്ടല്ലോ അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതിൽ നടുവിലേക്കായിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ചൊരു മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഷേപ്പിലായിട്ട് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിവിടെ എൻ്റെ മോൻ തന്നെ ഒത്തിരി ഷേപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇതൊരു ബേബി ഷേപ്പാണ് കേട്ടോ. പിന്നെ ഒരു കിഴിയുടെ ഷേപ്പിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു സമൂസയായിട്ടുണ്ട്. ഇത് വലിയൊരു സമൂസ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോക്കറ്റ് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഒത്തിരി ഷേപ്പുകൾ അവൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ട് വരിക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ സമൂസ സെറ്റുകളുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്കായിട്ട് വറുത്ത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ 2 സൈഡും ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം.
ഈ ഒരു സമൂസയുടെ സ്പെഷ്യൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിനെസ് ആയിരുന്നു കേട്ടോ. അതുപോലെ മസാലയും നല്ല ടേസ്റ്റ് ആയിരുന്നു. സാധാരണ മസാലയിൽ നിന്നും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് തന്നെ. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് സ്നാക്കായിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത കുക്കിംഗ് ടൈമിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് നേരിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ.